സെക്കൻഡ് മൊഡ്യൂളിൻ്റെ റിവിഷനായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു 4th മൊഡ്യൂളിൻ്റെ മിഡിലെത്തിയിട്ടുണ്ട്. ഇതെല്ലാം എടുത്തു പോയ ടോപ്പിക്സാണ്. നിങ്ങളൊന്നും കൂടെ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാമെന്നുള്ള വെച്ചിട്ടാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇക്കോ സിസ്റ്റംസ് എന്നുള്ളതാണ്. ഇത് നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ആയിട്ട് ചെയ്തിട്ടില്ല, സൂമിൽ ക്ലാസ് എടുത്തിട്ട് PDF അയച്ചു തരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ നോട്ട്സ് നിങ്ങൾ നന്നായി ചെക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സെക്കൻഡ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നിട്ട് അതിന്ന് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് മൊഡ്യൂളിന്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും നന്നായി നോക്കണം. ബാക്കി ഈ ഒരു റിവിഷനും പിന്നെ ഒരു 2 ക്ലാസ് നമുക്ക് റിവിഷനായിട്ട് കിട്ടുന്നുണ്ട്. അത് രണ്ടും കൂടെ നോക്കിയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, എക്കോസിസ്റ്റം എന്ന് പറയുന്നതാണ് ഈ മൊഡ്യൂളിൻ്റെ ടൈറ്റിൽ. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എക്കോളജി എന്നുള്ളൊരു ടോപ്പിക്കാണ്. സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ്, പ്ലാന്റ്സ്, ആനിമൽസ്, മാൻ ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ എക്കോളജി എന്ന് പറയുന്നത് ഓർഗാനിസംസും എൻവയോൺമെൻറ്റും അടങ്ങിയ ആ ഒരു തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എക്കോളജി എന്ന് പറയുന്നത്. ഓർഗാനിസംസ്, അത് ഏതായാലും പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും ഹ്യൂമൻ ബീങ്സ് ആയാലും ഇനിയിപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ആയാലും ഈ ഓർഗാനിസംസും പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ആ റിലേഷനാണ് എക്കോളജി എന്ന് പറയുന്നത്. അതായത് എക്കോസിസ്റ്റം എന്താണെന്ന് നോക്കി. ദ കമ്മ്യൂണിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ടുഗെദർ വിത്ത് നോൺ ലിവിങ് കോമ്പണൻറ്റ്സ് ലൈക്ക് സോയിൽ, വാട്ടർ, എയർ ആൻഡ് സൺലൈറ്റ് ഇസ് കോൾഡ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഈ ലിവിങ് ഓർഗാനിസംസും നോൺ ലിവിങ് ഓർഗാനിസവും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിറ്റീനെയാണ്, ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ലിവിങ് കോമ്പണൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ സോയിൽ വരാം, വാട്ടർ വരാം, എയർ വരാം, അങ്ങനെ സൺലൈറ്റ് ഇതെല്ലാം വരാം. ദെൻ എക്കോസിസ്റ്റം ക്യാൻ ബി നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ എക്കോസിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, അക്വാട്ടിക് എക്കോസിസ്റ്റം രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ടെറസ്ട്രിയലും അക്വാട്ടിക്കും. ടെറസ്ട്രിയൽ എന്ന് വെച്ചാൽ കരയിലുള്ളത്, അക്വാട്ടിക് എന്ന് വെച്ചാൽ നമുക്ക് ആ ടൈറ്റിൽ നിന്ന് കിട്ടും, വാട്ടർ ബേസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ഉണ്ട്, മറൈൻ എക്കോസിസ്റ്റം ഉണ്ട്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ വരുന്നതാണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം, മറൈൻ എക്കോസിസ്റ്റം. അപ്പോൾ നാച്ചുറൽ എക്കോസിസ്റ്റത്തിന് മെയിനായിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, അക്വാട്ടിക് എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ കരയിലുള്ളത്, ഫോറസ്റ്റ് ആയാലും ഗ്രാസ് ലാൻഡ് ആയാലും ഡെസേർട്ട് ആയാലും കാട്, മരുഭൂമി അതൊക്കെ പറയുന്നത് കരയിലുള്ളത്. അക്വാട്ടിക് എന്ന് പറയുമ്പോൾ വെള്ളത്തിലുള്ളത്. അതിപ്പോൾ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ആയാലും മറൈൻ വാട്ടർ എന്ന് പറയുന്നത് കടലിലെ വെള്ളത്തിലാണ് മറൈൻ വാട്ടർ എന്ന് പറയുന്നത്. മറ്റേത് ഫ്രഷ് വാട്ടർ, നമ്മുടെ കിണറായാലും കുളമായാലും പുഴയായാലും അതൊക്കെയാണ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നാച്ചുറലി നമ്മൾ പറഞ്ഞു പോയിട്ട് 2 പറഞ്ഞു പോയി. അടുത്തത് വരുന്നത് ആർട്ടിഫിഷ്യലാണ്, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ക്രിയേറ്റ് ചെയ്യുന്ന എക്കോസിസ്റ്റംസ് ആണ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചറൽ ലാൻഡ് ആവാം, ദെൻ ആർട്ടിഫിഷ്യൽ പോൺസ് ആവാം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ പോൺസ് ആവാം, നേച്ചറിലുള്ളതല്ലാതെ ഹ്യൂമൻ ബീങ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ പോൺസ് ആവാം, ദെൻ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആവാം. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിൽ പെടുന്നതാണ്. അപ്പോൾ എക്കോസിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ടുഗെദർ വിത്ത് നോൺ ലിവിങ് കോമ്പണൻസ്. ലിവിങ് ഓർഗാനിസത്തിൻ്റെ, ജീവനുള്ള ഓർഗാനിസത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു ഗ്രൂപ്പാണ്, വിത്ത് നോൺ ലിവിങ് ഓർഗാനിസം. ആ ഒരു നമ്മുടെ ഇപ്പോൾ ഒരു പ്രകൃതിനെയൊക്കെ നമ്മൾ അങ്ങനെ പറയാം, കാരണം അതിൽ ലിവിങ് ഓർഗാനിസംസും ഉണ്ട്, നോൺ ലിവിങ് ഓർഗാനിസംസും ഉണ്ട്. അപ്പോൾ ഒരു ഫോറസ്റ്റ് നമ്മൾ എടുക്കുകയാണ്. ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റമാണ്, കാരണം അതിൽ ഒരുപാട് ആനിമൽസ് ഉണ്ട്, ഒരുപാട് ബേർഡ്സ് ഉണ്ട്, ബാക്കി മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അതും പിന്നെ ഈ പറയുന്ന നോൺ ലിവിങ് കോമ്പണൻസ് ആയിട്ടുള്ള സോയിൽ, വാട്ടർ, എയർ, സൺലൈറ്റ് ഇതൊക്കെ പറയുന്നുണ്ട്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ക്യാൻ വെരി ഇൻ സൈസ്, ഡിഫറെൻറ്റ് സൈസിലുള്ളതായിരിക്കാം, ചെറുതും വലുതും. അപ്പോൾ ഫോറസ്റ്റ്, ഡെസേർട്ട് അങ്ങനെ പറയുമ്പോൾ ചെറുതായിരിക്കാം വലുതായിരിക്കാം. ആ ഒരു ഏരിയനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ആ ഒരു എക്കോസിസ്റ്റത്തിൽ ജീവനുള്ള വസ്തുക്കളും ഈ നോൺ ലിവിങ് കോമ്പണൻസ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ 2ലുള്ള കോമൺ ഫീച്ചേഴ്സ് പറയുന്നതാണ് ഫ്ലോ ഓഫ് എനർജി, കെമിക്കൽ സൈക്ലിംഗ് അല്ലെങ്കിൽ സൈക്ലിംഗ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുന്നത്. ദെൻ എക്കോസിസ്റ്റം ക്യാൻ ബി പെർമനൻറ്റ് ഓർ ടെമ്പററി എന്ന് പറയുന്നത്. അപ്പോൾ പെർമനൻ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ്, ഓഷ്യൻ എന്നൊക്കെ പറയുന്നത്, ഫോറസ്റ്റിനൊക്കെ ഒരു പരിധി വരെ നമ്മൾ പെർമനൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഓഷ്യൻ എന്നുള്ളതൊക്കെ ഒരു പെർമനൻറ്റ് എക്കോസിസ്റ്റം ആയിട്ടാണ് കണക്കാക്കുന്നത്. ടെമ്പററി എന്ന് പറയുന്നത് ഇൻ പൂൾ, ഹ്യൂമൻ ബീങ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പൂളായാലും അഗ്രികൾച്ചറൽ ഫീൽഡായാലും ടെമ്പററി എക്കോസിസ്റ്റംസ് ആണ്.
ദെൻ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം ഓഫ് എനർജി ആൻഡ് മെറ്റീരിയൽസ് എന്നാണ്. അതിലൊരുപാട് എനർജി മെറ്റീരിയൽസിൻ്റെ ഒരു ഓപ്പൺ സിസ്റ്റമായിട്ടാണ് എക്കോസിസ്റ്റം കണക്കാക്കുന്നത്. ദെൻ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് എക്കോസിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബയോട്ടിക് എക്കോസിസ്റ്റം, അബയോട്ടിക് എക്കോസിസ്റ്റം. അപ്പോൾ രണ്ടായിട്ടാണ് മെയിനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ബയോട്ടിക്കും അബയോട്ടിക്കും. ഒരു ബേസിക് മീനിങ് നമുക്ക് മനസ്സിലാക്കാം. ബയോട്ടിക് എന്ന് പറയുന്നത് ഈ ലിവിങ് ഓർഗാനിസംസിനെയാണ് ബയോട്ടിക് എന്ന് പറയുന്നത്. ഒരു എക്കോസിസ്റ്റത്തിൽ ജീവനുള്ള വസ്തുക്കളെയാണ് നമ്മൾ ബയോട്ടിക് എന്ന് പറയുന്നത്, ഇല്ലാത്ത വസ്തുക്കളെയാണ് അബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ ബയോട്ടിക്കിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. അതിൽ കൊടുത്തിരിക്കുന്നത് ഡീകൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്. അതൊന്ന് നിങ്ങൾ അപ്പം തന്നെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് ഡീകമ്പോസേഴ്സ് എന്നാക്കണം എന്നുള്ളത്. അപ്പോൾ എക്കോസിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബയോട്ടിക് കോമ്പണൻസും അബയോട്ടിക് കോമ്പണൻസും. അതിൽ ഫസ്റ്റ് ബയോട്ടിക് കോമ്പണൻസ് എന്ന് വെച്ചാൽ ജീവനുള്ള ഒരു എക്കോസിസ്റ്റത്തിൽ, ഇപ്പോൾ ഒരു ഫോറസ്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ജീവനുള്ള വസ്തുക്കളെ നമ്മൾ എന്ത് പറയുന്നതാണ്, ബയോട്ടിക് കോമ്പണൻസ് പറയുന്നതാണ്. അതിൽ ജീവനില്ലാത്ത വാട്ടർ ആയാലും എയർ ആയാലും ലൈറ്റ് ആയാലും വിൻഡ് ആയാലും ടെമ്പറേച്ചർ ആയാലും ബാക്കി എന്ത് മിനറൽസ് മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ അബയോട്ടിക് കോമ്പണൻസ് പറയുന്നു. അപ്പോൾ ബയോട്ടിക് കോമ്പണൻസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. അബയോട്ടിക് കോമ്പണൻസിനെ ക്ലൈമാറ്റിക്കും എഡാഫിക്കും ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ക്ലൈമാറ്റിക് ആൻഡ് എഡാഫിക്. ഇതിൽ പിന്നെ കൺസ്യൂമേഴ്സിന് വീണ്ടും നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷ്യറി കൺസ്യൂമേഴ്സ് ആൻഡ് ക്വാട്ടേണറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൺസ്യൂമേഴ്സിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വേർഡിൽ നിന്ന് കിട്ടുന്ന ജസ്റ്റ് ഒരു ബേസിക് മീനിങ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ്, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ, കൺസ്യൂമേഴ്സ് ആ ഫുഡ് കൺസ്യൂം ചെയ്യുന്നവർ, കഴിക്കുന്നവർ, ഡീകമ്പോസേഴ്സ് ഇതിനെ ഭക്ഷണമാക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ബാക്ടീരിയ ഫംഗസ് എന്നൊക്കെ പറയുന്നതായിരിക്കും അധികം ഡീകമ്പോസേഴ്സ് വരിക. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കുന്നവർ, കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ആ ഫുഡ് ഭക്ഷണമാക്കുന്നവർ. ഈ ഭക്ഷണമാക്കുന്ന ആ അനിമൽസിനെയോ പ്ലാന്റിനെയോ ഒക്കെ ഭക്ഷണമാക്കുന്നവരെയാണ് നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് അല്ല, ഡീകമ്പോസേഴ്സ് ആണ് കേട്ടോ. ദെൻ അബയോട്ടിക് കോമ്പണൻസിൽ രണ്ടെണ്ണത്തിൽ ക്ലൈമാറ്റിക്കും വരുന്നുണ്ട്, എഡാഫിക്കും വരുന്നുണ്ട്. ക്ലൈമാറ്റിക് കോമ്പണൻസിനെ നാലായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റെയിൻ, ലൈറ്റ്, വിൻഡ് ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ക്ലൈമാറ്റിക് കോമ്പണൻസിനെ നാലായി ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് റെയിൻ, ലൈറ്റ്, വിൻഡ് ആൻഡ് ടെമ്പറേച്ചർ. എഡാഫിക്കിന് മൂന്നായിട്ടും സോയിൽ, മിനറൽസ് ആൻഡ് ടോപ്പോഗ്രഫി. ഭൂമിയുടെ ആ സർഫസിനെ അല്ലെങ്കിൽ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് സോയിൽ, മിനറൽസ് ആൻഡ് ടോപ്പോഗ്രഫി. അപ്പോൾ ഇതാണ് എക്കോസിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എക്കോസിസ്റ്റം എന്താണെന്നുള്ള ഡെഫിനിഷൻ നോക്കണം, അതിൻ്റെ ടൈപ്സ്, നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ എന്നുള്ള ടൈപ്സ് നോക്കുക. ദെൻ അതിൻ്റെ ഈ ഒരു സ്ട്രക്ചറും പഠിച്ചു വയ്ക്കുക. നമ്മൾ ബയോട്ടിക് കോമ്പണൻസിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ദ ലിവിങ് ഓർഗാനിസംസ് ഇൻക്ലൂഡ്സ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബയോട്ടിക് കോമ്പണൻസ് പറയുമ്പോൾ അത് ഒരു എക്കോസിസ്റ്റത്തിലെ ലിവിങ് ഓർഗാനിസംസ് ആണ്. അതിന് അല്ലെങ്കിൽ അബയോട്ടിക് എന്ന് പറയുമ്പോൾ നോൺ ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ബയോട്ടിക് കോമ്പണൻസിന് മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതിന് വേറൊരു പേര് പറഞ്ഞിട്ടുണ്ട്, ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞിട്ട്. മറ്റേ കൺസ്യൂമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഹെറ്ററോട്രോപ്സ്, ദെൻ ഡീകമ്പോസേഴ്സ്, അങ്ങനെ വേറെ ടൈറ്റിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ദീസ് ആർ ദ ഗ്രീൻ പ്ലാന്റ്സ് വിച്ച് ട്രാപ്പ് ദ സോളാർ എനർജി വിത്ത് ദ ഹെൽപ്പ് ഓഫ് chlorophyll and produce the food by using water and carbon dioxide. The process is known as photosynthesis. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സ് ആരാന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മളെ നേച്ചറിൽ ഒരു എക്കോസിസ്റ്റത്തിൽ ഫുഡ് ഉണ്ടാക്കുന്നത് ഹ്യൂമൻ ബീങ്സ് ഫുഡ് ഉണ്ടാക്കുന്നവരാണ്. പക്ഷെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ കിട്ടുന്ന ആ ഒരു എലമെൻറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ആ ഒരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഡിഫറെൻറ്റ് മെറ്റീരിയൽസൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത്, ഇപ്പോൾ പ്ലാന്റ്സ് ആയാലും എന്തായാലും അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു എക്കോസിസ്റ്റത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരു എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ നേച്ചറിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സ് ആണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതിന് ആ ഒരു പ്രോസസ്സിന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്നുള്ള പേരിൽ പഠിച്ചിട്ടുണ്ട്. വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റും ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഫുഡ്, ആ ഒരു ഫുഡിനെയാണ് നമ്മൾ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്.
ദെൻ കൺസ്യൂമേഴ്സ് ഉണ്ട്. ദേ ആർ അണേബിൾ ടു പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ആൻഡ് ഡിപ്പെൻഡ് ഓൺ ദ പ്രൊഡ്യൂസേഴ്സ് ഫോർ ഫുഡ്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല. അവർ ഫുഡിന് വേണ്ടിയിട്ട് ഈ പ്രൊഡ്യൂസേഴ്സിനെ, അതായത് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ചെടികളെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അവരെയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അതിന് 4ആയി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെറിഷ്യറി കൺസ്യൂമേഴ്സ് ആൻഡ് ക്വാട്ടേണറി കൺസ്യൂമേഴ്സ് എന്നാണ്. പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അനിമൽസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്, അതായത് പ്ലാന്റ്സിനെ, ഈ പുല്ല് അല്ലെങ്കിൽ ചെടികളൊക്കെ ഭക്ഷണമാക്കുന്ന ആനിമൽസിനെ നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. റാബിറ്റ് ആയാലും കൗ ആയാലും ഡിയർ ആയാലും ഒക്കെ അതിനാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഈ ഡയറക്റ്റായിട്ട് പ്ലാന്റിനെ ഫുഡാക്കുന്നത്, വെജിറ്റേറിയൻസ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പ്ലാന്റ്സിനെ ഫുഡാക്കുന്ന ആനിമൽസിനെ നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സ് പറയുന്നു. ദെൻ സെക്കൻഡറി കൺസ്യൂമേഴ്സിൻ്റെ ആനിമൽസ് ഫീഡ് ഓൺ പ്രൈമറി കൺസ്യൂമേഴ്സ്, അതായത് ഈ പ്ലാന്റ്സ് ഫുഡാക്കുന്ന ആനിമൽസിനെ കഴിക്കുന്നവരാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സായിട്ട് കണക്കാക്കുന്നത്. അത് ഫോക്സ് ആവാം, ഡോഗ് ആവാം, സ്നേക്സ് ആവാം. അപ്പോൾ റാബിറ്റിനൊക്കെ സ്നേക്ക് കഴിക്കില്ലേ, ആ ഒരു സ്ട്രക്ചർ ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ ആ ഒരു ചെയിൻ ആലോചിച്ചാൽ മതി. ദെൻ ഈ ഒരു ഹെർബിയോഴ്സും കാർണിവോഴ്സും ഉണ്ട്. ഹെർബിയോഴ്സ് എന്ന് വെച്ചാൽ സസ്യബുക്കും, കാർണിവോഴ്സ് എന്ന് വെച്ചാൽ മാംസബുക്കും, അങ്ങനെ നമ്മൾ പറയും. ദെൻ ടെറിഷ്യറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അനിമൽസ് ഫീഡ് ഓൺ സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ഈ പറയുന്ന ഫോക്സിനെയും ഡോഗ്സിനെയും ഒക്കെ കഴിക്കുന്നവരെയാണ് ദെൻ നമ്മൾ ടെറിഷ്യറി കൺസ്യൂമേഴ്സിൽ പറയുന്നത്. ക്വാട്ടേണറി കൺസ്യൂമേഴ്സ് ലാർജസ്റ്റ് അനിമൽസ് ഫീഡ് ഓൺ ടെറിഷ്യറി. അപ്പോൾ കുറച്ചുകൂടെ വലിയ അനിമൽസാണ്, അവർ ഫുഡാക്കുന്നത് ഈ ടെറിഷ്യറി കൺസ്യൂമേഴ്സിനെയാണ്, ബാക്കി വരുന്ന അനിമൽസിനെയാണ്. ലയൺ, ടൈഗർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 4ആയിട്ടാണ് കൺസ്യൂമേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെറിഷ്യറി കൺസ്യൂമേഴ്സ് ആൻഡ് ക്വാട്ടേണറി കൺസ്യൂമേഴ്സ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു, കൺസ്യൂമേഴ്സ് പറഞ്ഞു. ഡീകമ്പോസേഴ്സ് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയുന്ന കാര്യമാണ്. ദ ഓർഗാനിസം വിച്ച് ഫീഡ് ഡെഡ് ഓർഗാനിസംസ്, അതായത് ചത്ത അല്ലെങ്കിൽ ഈ അഴുകിയ ബോഡീസിൽ നിന്നൊക്കെ അതിനൊക്കെ ഫുഡാക്കുന്ന ആ ഒരു ഏരിയ, അവർ നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയും. അല്ലെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് എന്നൊക്കെ പറയുന്ന അവരെ നമ്മൾ ഡീകമ്പോസേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ചാൽ ഗ്രീൻ പ്ലാന്റ്സ്, കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ ആനിമൽസ് അല്ലെങ്കിൽ ഈ പ്ലാന്റ്സിനെ ഫുഡാക്കുന്ന അവരെയൊക്കെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഡീകമ്പോസേഴ്സ്. അത് കഴിഞ്ഞിട്ട് അബയോട്ടിക് കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു, ഫിസിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ പറയുന്നത് സോയിലായാലും ലൈറ്റ് ആയാലും ടെമ്പറേച്ചറും വാട്ടറും, ഇതൊക്കെയാണ് അബയോട്ടിക് കോമ്പണൻസ്. ഒരു എക്കോസിസ്റ്റത്തിൽ ജീവനില്ലാത്ത വസ്തുക്കളെ, ആ എക്കോസിസ്റ്റത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ജീവനില്ലാത്ത വസ്തുക്കളെ നമ്മൾ അബയോട്ടിക് കോമ്പണൻസ് പറയും. ദെൻ ഫങ്ഷൻ ഓഫ് ആൻ എക്കോസിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 പറഞ്ഞിട്ടുണ്ടായിരുന്നത് ന്യൂട്രിയൻ സൈക്കിൾ, ഫ്ലോ ഓഫ് എനർജി ആൻഡ് ഇൻ്റർ റിലേഷൻ. ന്യൂട്രിയൻ സൈക്കിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് മിനറൽസ് ഇൻ ദ എക്കോസിസ്റ്റം. ദെൻ ആ ഒരു സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്ലാന്റിൽ നിന്ന് ആ ഒരു മിനറൽസ് ട്രാൻസ്ഫോം ചെയ്ത് പോകുന്നത്. പ്രൊഡ്യൂസേഴ്സ് അബ്സോർബ് ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഫ്രം എൻവയോൺമെൻറ്റ് ആൻഡ് പ്രിപ്പയർ ഓർഗാനിക് മാറ്റർ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഈ ഗ്രീൻ പ്ലാന്റ്സ് മണ്ണിൻ്റെ അടിയിൽ നിന്നുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് നമ്മുടെ പ്രകൃതിയിൽ നിന്നുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുത്തിട്ട് അത് ഓർഗാനിക് മാറ്ററായിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്. ഇനോർഗാനിക് ആയിട്ടുള്ളത് വലിച്ചെടുത്തിട്ട് ഓർഗാനിക്കായിട്ട് മാറ്റുകയാണ്. ചീത്തത് വലിച്ചെടുത്തിട്ട് അതിനൊക്കെ നല്ലതായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഈ ചെടിയെ ഫുഡാക്കുന്ന ആനിമലിന് ഈ ഓർഗാനിക് മാറ്റർ കിട്ടും. അതങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. ആ ആനിമലിനെ ഫുഡാക്കുന്ന വേറൊരു ആനിമലിനെ കിട്ടും. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു സൈക്കിള് വീണ്ടും എന്ത് ചെയ്യാണ്, മണ്ണിലെത്താണ്. അങ്ങനെ തിരിച്ച് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഈ പ്ലാന്റ്സിലേക്ക് എത്തും. അങ്ങനെ ആ ഒരു സൈക്കിള്, ന്യൂട്രിയൻ സൈക്ലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ന്യൂട്രിയൻസ് സൈക്കിളായിട്ട് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ. ദെൻ ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്നത് സെയിം ആണ്. പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഈ ഗ്രീൻ പ്ലാന്റ്സ് അവർ സോളാർ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ സോളാർ എനർജീനെ, സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന സോളാർ എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. ഈ കെമിക്കൽ എനർജിയുടെ ഒരു ഭാഗം അവരെന്ത് ചെയ്യും, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യും. ബാക്കി റിമൈനിങ് പാർട്സ് അവരുടെ ബോഡിയിൽ അല്ലെങ്കിൽ ലീവ്സിലും അതിൻ്റെ റൂട്ട്സിലൊക്കെ സേവ് ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ ആ ഫോം ഓഫ് മാറ്ററായിട്ട് സേവ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ആനിമൽ ഈ പ്ലാന്റിനെ ഫുഡാക്കുമ്പോൾ ആ എനർജി അവർക്ക് കിട്ടാൻ
അങ്ങനെ അത് ഈ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രിയൻ സൈക്ലിംഗ് പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫോം ചെയ്ത് വരും. അത് സണ്ണിൽ നിന്ന്, അതായത് നമ്മൾ പറഞ്ഞു ബേസിക്കായിട്ട് സോളാർ എനർജി സൂര്യനിൽ നിന്ന് എടുത്തിട്ട് അത് എവിടെ വരെ എത്തുകയാണ്, ഡീകമ്പോസേഴ്സിൽ വരെ എത്തുകയാണ്. ദെൻ ഇൻ്റർ റിലേഷൻ എന്ന് പറയുന്നത് എക്കോസിസ്റ്റം എക്സ്ചേഞ്ച് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് മെറ്റീരിയൽസ്. പ്ലാന്റ്സ് പ്രൊവൈഡ് ഓക്സിജൻ, ഫുഡ്, ഷെൽട്ടർ ടു ആനിമൽസ് ആൻഡ് ആനിമൽ സപ്ലൈ കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്ലാന്റ്സ്. ആ പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. അബയോട്ടിക് കോമ്പണൻസും ബയോട്ടിക് കോമ്പണൻസും തമ്മിലൊരു എക്സ്ചേഞ്ചാണ്. ബയോട്ടിക് കോമ്പണൻസിന് വേണ്ടിയിട്ടും ബയോട്ടിക് കോമ്പണൻസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യാണ്, ഓക്സിജനും ഫുഡും ഷെൽട്ടറും ഒക്കെ ആനിമൽസിന് കൊടുക്കും. ആനിമൽസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അവരുടെ ആ ഒരു ഫുഡ് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് ആവശ്യമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അവർക്കും കൊടുക്കുന്നതാണ് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻ്റർ റിലേഷൻ എന്ന് പറയുന്നത്. ഈ പോയിൻറ്റ്സൊക്കെ കറക്റ്റ് നമ്മൾ വായിച്ചു പോകണം, നമ്മൾ ഓൾറെഡി എടുത്തു പോയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് റിവിഷൻ എന്നുള്ള രീതിക്ക് പറഞ്ഞു പോകുന്നത്. ദെൻ ബയോം എന്ന് വെച്ചാൽ എന്താണെന്നുള്ളൊരു ടോപ്പിക്കാണ് വരുന്നത്. ബയോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാർജ് ഇക്കോസിസ്റ്റം. അപ്പോൾ വാട്ട് ഈസ് ബയോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആൻസർ വരുന്നത് ഇറ്റ് ഈസ് എ ലാർജ് ഇക്കോസിസ്റ്റം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ആൻ ഏരിയ ഓൺ എർത്ത് സർഫസ് ദാറ്റ് ഹാസ് സിമിലർ ക്ലൈമറ്റ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഒരു ബയോ എന്ന് പറയുന്നത് അതിൽ സെയിം ആയിട്ടുള്ള ക്ലൈമറ്റും പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഉണ്ടാകും. വേറൊരു ബയോം പോലെ തന്നെ ഉണ്ടാവും. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഫോറസ്റ്റ് ബയോം. അപ്പോൾ ഒരുപാട് ഫോറസ്റ്റ് ബയോംസ് ഉണ്ട്, അതേപോലെ ഫ്രഷ് വാട്ടർ ബയോംസ് ഉണ്ട്. അപ്പോൾ ഒരു കാട് ഇപ്പോൾ നമ്മൾക്കറിയാം ഫോറസ്റ്റ് പറയുന്നത് ഒന്നായിരിക്കില്ല, അങ്ങനത്തെ ഒരുപാടെണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനാണ് ബയോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലാർജ് എക്കോസിസ്റ്റം. നമുക്ക് സാധാരണ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയയിൽ നമുക്ക് എക്കോസിസ്റ്റം ആയിട്ടാണ്, കുറച്ച് ആനിമൽസും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് എക്കോസിസ്റ്റം ആയിട്ട് പറയാം. അതല്ലാതെ കുറച്ചുകൂടെ വലിയ ഇറ്റ്സ് എ ലാർജ് എക്കോസിസ്റ്റം എന്നാണ് പറയുന്നത്. ബയോംസ് ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹാബിറ്ററ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. ബയോംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടെന്നല്ല, അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ്. ഹാബിറ്ററ്റ് അതിൽ ഉൾപ്പെടുന്ന ജീവജാലങ്ങളെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടും അതിൻ്റെ ആ എൻവയോൺമെൻറ്റൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അക്വാട്ടിക് ബയോം വെള്ളത്തിലുള്ളത്, പിന്നെ ടെറസ്ട്രിയൽ ബയോം, ഫോറസ്റ്റ് ബയോം, ഗ്രാസ് ലാൻഡ് ബയോം, ഡെസേർട്ട് ബയോം, അങ്ങനെ കുറച്ച് വലിയ എക്കോസിസ്റ്റത്തിനാണ് നമ്മൾ ബയോ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി വയ്ക്കണം, വാട്ട് ഈസ് ദ ബയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റണം. ദെൻ എക്കോളജിക്കൽ സക്സഷൻ എന്താണെന്നാണ്. ഇറ്റ് ഈസ് ദ ഫിനോമിന ഓഫ് ട്രാൻസിഷൻ ഫ്രം വൺ ബയോട്ടിക് കമ്മ്യൂണിറ്റി ടു അനദർ ഈസ് കോൾഡ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വേറൊരു കമ്മ്യൂണിറ്റിക്ക് പോകുന്നതിനാണ് നമ്മൾ എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്ലാന്റ് ഒരു ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയ്ക്ക്, ആ പ്ലാന്റ് ആ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മൊത്തമായിട്ട് നശിച്ചിട്ടോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നാശം സംഭവിക്കാതെ വേറൊരു ഏരിയയ്ക്ക് മാറിപ്പോകുന്നതൊക്കെയാണ് നമ്മൾ എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. Over the time interval, some species may become less abundant or may vanish from the ecosystem. ചിലപ്പോൾ ഒരു ഫോറസ്റ്റിലുള്ള ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു ആനിമലോ എന്തെങ്കിലും പ്രത്യേക സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പ്ലാന്റോ ആനിമലോ വിട്ടുപോയെന്ന് വെച്ചാൽ വേറൊരു പ്ലാന്റ് അതിലേക്ക് വന്ന് ജോയിൻ ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു റീസണായിട്ട് പറയുന്നത് ലാവാ ഫ്ലോ, നമ്മൾ പറഞ്ഞു വോൾക്കാനിക് എറപ്ഷൻസ് ഒക്കെ സംഭവിക്കുകയാണ്, ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ സംഭവിക്കുകയാണ് ഒരു എക്കോസിസ്റ്റത്തുമായി കണക്ട് ചെയ്തിട്ട്. അപ്പോൾ അവിടുത്തെ ആനിമൽസും പ്ലാന്റ്സും ഒക്കെ വേറെ ഒരു എക്കോസിസ്റ്റത്തിൽ ഒക്യുപ്പൈ ചെയ്യും. ദെൻ അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി സക്സഷനും സെക്കൻഡറി സക്സഷനും. പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് എ ഗ്രാജുവൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബയോട്ടിക് കമ്മ്യൂണിറ്റീസ് ഓൺ എ ലൈഫ്ലെസ് ഏരിയ. പ്രൈമറി സക്സഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത ഏരിയയിൽ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാണ്, ഒരുപാട് ആനിമൽസും പ്ലാന്റ്സൊക്കെ വന്നിട്ട് അതൊരു എക്കോസിസ്റ്റമായിട്ട് മാറുന്നതിനാണ് പ്രൈമറി സക്സഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് പിന്നെ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ വന്ന് ജോയിൻ ചെയ്ത് ഒരു എക്കോസിസ്റ്റമായിട്ട് മാറുന്നത്. സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബയോട്ടിക് കമ്മ്യൂണിറ്റി ഓൺ വൺ ഏരിയ വേർ സം ബയോട്ടിക് കമ്മ്യൂണിറ്റി ഓൾറെഡി എക്സിസ്റ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ്. അപ്പോൾ ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റീസ് ഉള്ള ഏരിയയ്ക്ക് ബാക്കി വേറെ ഏതെങ്കിലും ഒരു ആനിമലോ പ്ലാന്റോ വന്ന് ജോയിൻ ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞു എൻവയോൺമെൻറ്റ് കണ്ടീഷനാണ്. ഇപ്പോൾ മഴ, ചൂട്, ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻസ് ഒക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ദെൻ
അപ്പോൾ നമ്മൾ പറയാം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരു സ്യൂട്ടബിൾ കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റ് ആയാലും അനിമൽ ആയാലും ആ ഒരു എക്കോസിസ്റ്റത്തിൽ അങ്ങനെ നിന്ന് പൊക്കോളും, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ചേഞ്ചസ് വരും എന്നാണ് പറയുന്നത്. ദെൻ ഫുഡ് ചെയിൻ എന്താണെന്നുള്ളതാണ്. വാട്ട് ഈസ് എ ഫുഡ് ചെയിൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വേണം. ദ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജി ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു ഡീകമ്പോസേഴ്സ് ത്രൂ എ സീരീസ് ഓഫ് ഓർഗാനിസംസ് ഈസ് കോൾഡ് ഫുഡ് ചെയിൻ. അപ്പോൾ ആ ഒരു ഡെഫിനേഷനൊക്കെ മാക്സിമം അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. വാട്ട് ഈസ് ഫുഡ് ചെയിൻ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം ആ ഒരു ഡെഫിനേഷൻ, ദ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജി, ആ ഒരു വേർഡ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്, ദ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജി ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു ഡീകമ്പോസേഴ്സ് ത്രൂ എ സീരീസ് ഓഫ് ഓർഗാനിസം. അതായത് പ്രൊഡ്യൂസേഴ്സിൽ നിന്നും ഫുഡ് എനർജി ഡീകമ്പോസേഴ്സിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ആ ഒരു ഫുഡ് ചെയിനിൽ മെയിനായിട്ട് നോക്കേണ്ടത് ഈ ഓർഗാനിസംസ് ആണ്. പെട്ടെന്ന് ഒരു പ്ലാന്റിൽ നിന്ന് ഒരു വലിയ ലൈനിലേക്ക് എത്തുകയല്ല ചെയ്യുന്നത്. ഈ ഫുഡ് എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെടിയിൽ നിന്നല്ല ലൈനിലേക്ക് എത്തുന്നത്. ആ ചെടീനെ അല്ലെങ്കിൽ ആ ഒരു പുല്ലിനെ ഒരു ആനിമൽ ഭക്ഷിച്ചു, ആ ആനിമലിനെ വേറൊരു ആനിമൽ ഭക്ഷിച്ചു, അങ്ങനെ ഒരു 3-4 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഇത് ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ദെൻ എ ഫുഡ് ചെയിൻ കൺസിസ്റ്റ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. നമുക്കറിയുന്ന കാര്യമാണ്. ഒരു ഫുഡ് ചെയിനിൽ ഇപ്പോൾ പ്ലാന്റ്സ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്, 3-4 ഗ്രൂപ്പായിട്ടുള്ള ആനിമൽസ് ഉണ്ട്, ദെൻ ഡീകമ്പോസേഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് എ സിംഗിൾ പാത്വേ ത്രൂ വിച്ച് ഫുഡ് എനർജി ട്രാവൽസ്. ഇന്നൊരു സിംഗിൾ പാത്വേ, തിരിച്ചിങ്ങോട്ടില്ല സിംഗിൾ പാത്വേ നമുക്കറിയാം. ദെൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാസിനെ ഫുഡാക്കുന്ന ഗ്രാസ് ഹോപ്പർ, നമ്മൾ പുൽച്ചാടി എന്ന് പറയുന്നത്, ആ ഗ്രാസ് ഹോപ്പറിനെ ഫുഡാക്കുന്ന ബേർഡ്സ്, ദെൻ മൈക്രോ ഓർഗാനിസം. ആ ബേർഡ് ചത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡെഡ് ബോഡീനെ ഫുഡാക്കുന്ന മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ എക്സാമിന് ഇൻ കേസ് ഒരു ഫുഡ് ചെയിൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ഗ്രാസ് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മൈക്രോ ഓർഗാനിസംസിൽ എൻഡ് ചെയ്യുന്ന ഒരു ഫുഡ് ചെയിൻ വരച്ച് വയ്ക്കണം. A change in the size of one population in a food chain will affect the other population. ഇപ്പോൾ പുല്ല് കുറവാണെന്നുണ്ടെങ്കിൽ അത് ഗ്രാസ് ഹോപ്പറിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് പിന്നെ ഗ്രാസ് ഹോപ്പറിൻ്റെ എണ്ണം കുറഞ്ഞാൽ അത് ഗ്രാസ് ഹോപ്പറിനെ ഈറ്റ് ചെയ്യുന്ന ബേർഡിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു ആ ചെയിനിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊരു ആ ഫുഡ് ചെയിന് കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ദെൻ ഫുഡ് വെബ് എന്താണെന്നുള്ളതാണ്. എൻ്റെ എൻവയോൺമെൻറ്റ് സിമ്പിൾ ഫുഡ് ചെയിൻ കനോട്ട് ഓക്കെ. അപ്പോൾ ഒരൊറ്റ സിംഗിൾ ഫുഡ് ചെയിനായിട്ട് മാത്രം ഒക്കെ ചെയ്യില്ല. ഇപ്പോൾ ഒരു ഗ്രാസിനെ തന്നെ ഗ്രാസ് ഹോപ്പർ കഴിക്കാം, റാബിറ്റ് കഴിക്കാം, മൗസ് കഴിക്കാം. ഗ്രാസിനെ തന്നെ ഗ്രാസ് ഹോപ്പർ മാത്രമേ കഴിക്കാൻ പറ്റൂ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ആ ഒരുപാട് ഫുഡ് ചെയിൻസ് വരുന്നുണ്ട്. ദ സെയിം ഓർഗാനിസംസ് മേ ഓപ്പറേറ്റ് അറ്റ് ഡിഫറെൻറ്റ് ടോപ്പിക് ലെവൽസ് ഇൻ ദ സെയിം ഇക്കോസിസ്റ്റം. വൺ ഓർഗാനിസം മേ ഈറ്റൻ ബൈ മെനി അതർ ഓർഗാനിസംസ്. ഇപ്പോൾ റാബിറ്റിന് ഫോക്സ് മാത്രമേ കഴിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഡോഗ് മാത്രമേ കഴിക്കാൻ പറ്റൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വേറെ ഒരുപാട് ആനിമൽസ് വരാം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പാണ്. ഇപ്പോൾ ഗ്രാസിന് അങ്ങനെ ഒരു 3-4 ചെയിൻസ് വരുന്നതിന് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. In an ecosystem, various food chains are linked together to form a network which is called food web. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. In an ecosystem, various food chains are linked together to form a network. In an ecosystem, various food chains are linked together to form an ecosystem which is called food web. അപ്പോൾ ഒരുപാട് ഫുഡ് ചെയിൻസ് ജോയിൻ ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ എലമെൻറ്റ് എന്തായാലും ഗ്രാസ് ആകും. ഓൾമോസ്റ്റ് ലാസ്റ്റത്തെ ആ ഫുഡ് ചെയിനിൻ്റെ എലമെൻറ്റും സെയിം ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാസിലായിരിക്കണം. പിന്നെ ഇതേ എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ള പോലെ 5 ചെയിൻ വെച്ചിട്ടൊരു ഫുഡ് വെബ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ് വാട്ട് ഈസ് എ ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ദെൻ വാട്ട് ഈസ് എ ഫുഡ് വെബ് എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ എക്കോളജിക്കൽ പിരമിഡ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് ഇൻ എക്കോസിസ്റ്റം. അപ്പോൾ ആ ഒരു ട്രോപ്പിക് ലെവലിൽ എത്ര നമ്പർ ഓഫ് ഓർഗാനിസംസ് വരുന്നുണ്ട് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് എക്കോളജിക്കൽ പിരമിഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ലെവലിലുള്ളതിനേക്കാൾ കൂടുതൽ ആനിമൽസ് ആയിരിക്കും വേറെ ഒരു ലെവലിന്. ഇപ്പോൾ ഗ്രാസ് അങ്ങനെ ഓരോ ട്രോപ്പിക് ലെവൽസ് ഉണ്ട്. ഗ്രാസ് ഹോപ്പർ എന്നൊക്കെ ഓരോ ട്രോപ്പിക് ലെവൽസാണ്. അപ്പോൾ ഒന്നിലുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും വേറെ ഒന്നിന്. When these levels are plotted graphically, it assumes the shape. അപ്പോൾ അതൊരു ഗ്രാഫിൻ്റെ ഷേപ്പിലാക്കുമ്പോൾ അത് ഒരു പിരമിഡിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പിലല്ല, ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതൊരു പിരമിഡ് ഷേപ്പിലായിരിക്കും മാറും. അതിനാണ് നമ്മൾ എക്കോളജിക്കൽ പിരമിഡ്സ് പറയുന്നത്.
അപ്പോൾ എന്തായാലും അതിൻ്റെ റീസൺ പറയുന്നത് ദിസ് ഈസ് ബിക്കോസ് സ്മോളർ ആനിമൽസ് ഹാവ് ഹയർ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ദാൻ ലാർജർ ആനിമൽസ്. അപ്പോൾ സ്മോളർ ആനിമൽസിന് റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവരുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ വലിയ ആനിമൽസിൻ്റെ എണ്ണം കുറവായിരിക്കും. ആ ഒരു ഇതിനെ കണക്ഷനാണ് നമ്മൾ എക്കോളജിക്കൽ പിരമിഡ്സിൽ പറയുന്നത്. അപ്പോൾ അത് കൂടിക്കൂടി വരിക, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ ഗ്രാസ് കൂടുതലായിരിക്കും, പിന്നെ ബേർഡ്സ് കൂടുതലായിരിക്കും. അങ്ങനെ ഗ്രാസ് കൂടും, പിന്നെ ബേർഡ്സ് കുറയും. അങ്ങനെ ആ ഒരു ഇതിൽ കുറഞ്ഞു വരികയായിരിക്കും ചെയ്യുക. വലിയ ആനിമൽസിൽ എത്തുമ്പോഴേക്കും ആ ഒരു ട്രോപ്പിക് ലെവൽസിൽ എണ്ണം കുറഞ്ഞു വരികയായിരിക്കും ചെയ്യുക. Producers occupy the base of pyramid and tertiary carnivores occupy the apex of the pyramids. പൊതുവെ എല്ലാ പിരമിഡ്സിലും പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാൽ ഗ്രാസ് ആയിരിക്കും ഏറ്റവും ബേസിക് ലെവലിലുണ്ടായിരിക്കുക. ബാക്കി കാർണിവേഴ്സ് ആയിട്ടുള്ള, അതായത് മാംസഭുക്കുകളായിട്ടുള്ള ആനിമൽസ് ആയിരിക്കും ടോപ്പ് ലെവലിൽ വരിക. അതിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അവരായിരിക്കും ഏറ്റവും കൂടുതൽ, ഗ്രാസ് അല്ലെങ്കിൽ അവരായിരിക്കും. പിന്നെ പ്രൈമറി കൺസ്യൂമേഴ്സ്, ഇപ്പോൾ ഈ ഗ്രാസ് ഫുഡാക്കുന്ന ഗ്രാസ് ഹോപ്പർ ആയാലും നമ്മുടെ റാബിറ്റ് ആയാലും അതിൻ്റെയൊക്കെ എണ്ണം കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ടെറിഷറി കൺസ്യൂമേഴ്സിലേക്ക് എത്തുമ്പോഴേക്ക് ഈ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരും. ഇപ്പോൾ നമുക്കറിയാം ലയൺസിനൊക്കെ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ എണ്ണം കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് പിരമിഡ് കൊടുത്തിട്ടുണ്ട്. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ് ആൻഡ് പിരമിഡ് ഓഫ് എനർജി. 3 എണ്ണമാണ് ടൈപ്സ് ഓഫ് പിരമിഡ് നമുക്ക് പറയാനുള്ളത്. അടുത്തായി പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം ആണ്. അതിൽ മെയിനായിട്ട് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം, ദെൻ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം ആൻഡ് ഡെസേർട്ട് ഇക്കോസിസ്റ്റം. ഇങ്ങനെ 3ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിൻ നോക്കേണ്ടത് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിൽ വരുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിലെന്തൊക്കെ ആ ഒരു ഫുഡ് ചെയിൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് വെബ് ആകുമ്പോൾ അതിലെന്തൊക്കെ ആനിമൽസ് വരും, പ്ലാന്റ്സ് വരും എന്നൊക്കെയാണ് നോക്കേണ്ടത്. പിന്നെ ടൈപ്സും ഫീച്ചേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഉഷ്ണമേഖല, ശീതമേഖല, മിതശീതോഷ്ണ മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ടൈപ്സ് കൊടുത്തിട്ടുണ്ട്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ദെൻ ട്രോപ്പിക്കൽ ഡെസിഡസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ സ്ക്രബ് ഫോറസ്റ്റ്, ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് ആൻഡ് ടെമ്പറേറ്റ് ഡെസിഡസ് ഫോറസ്റ്റ്. അങ്ങനെ ഒരു 5 ടൈപ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണെന്നുള്ളതൊക്കെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുകയെന്നുണ്ടെങ്കിൽ മാക്സിമം പഠിക്കാൻ നോക്കുക. ടൈപ്സ് എന്താണ്, ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം എന്താണെന്നുള്ളത് ആദ്യം നോക്കുക. ഇൻ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ടാൾ ആൻഡ് ഡെൻസ് ട്രീസ് ഗ്രോ ദാറ്റ് സപ്പോർട്ട് മെനി ആനിമൽസ് ആൻഡ് ബേർഡ്സ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു ഫോറസ്റ്റ് എന്നുള്ളതാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഈ ടൈപ്സിൽ ആ ടൈറ്റിൽസ് നിങ്ങൾ നോക്കി പോകണം. ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ദെൻ ട്രോപ്പിക്കൽ ഡെസിഡസ് ആൻഡ് ട്രോപ്പിക്കൽ സ്ക്രബ്, ദെൻ ടെമ്പറേറ്റ് ഡെസിഡസ്. അങ്ങനെ 5 എണ്ണം. ആ ഒരു പേരുകൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകണം. ഇപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇക്വേറ്ററിൻ്റെ അടുത്തുള്ളതാണ്. അതിൽ വരുന്ന പ്ലാന്റ്സിൻ്റെയും ട്രീസിൻ്റെയും സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ദേ ഹാവ് ബ്രോഡ് ലീഫ് ട്രീസ് ലൈക്ക് ടേക്ക് ആൻഡ് ആനിമൽസ് ലൈക്ക് ലയൺ, ടൈഗർ, മങ്കി, അങ്ങനത്തെ ആനിമൽസ് ആയിരിക്കും അതിലുണ്ടാവുക. ദെൻ ട്രോപ്പിക്കൽ ഡെസിഡസ് ആണെന്നുണ്ടെങ്കിൽ മാപ്പിൾ, ഓക്ക് അങ്ങനത്തെ ട്രീസ് ആയിരിക്കും. പിന്നെ ഡിയർ, ഫോക്സ്, റാബിറ്റ് അങ്ങനത്തെ ആനിമൽസ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുക. വാം ക്ലൈമറ്റ് ആയിരിക്കും. റെയിൻ മൺസൂണിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ട്രോപ്പിക്കൽ സ്ക്രബ് ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും. അതിൽ കുറേ കാലങ്ങൾക്ക് ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും. ദെൻ സ്മോൾ ട്രീസും ഷ്രബ്സൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ദെൻ ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റെയിൻഫാൾ അത്യാവശ്യം നന്നായി മഴ കിട്ടുന്ന ഏരിയയാണ്. പൈൻ, റെഡ്വുഡ് എന്ന് പറയുന്ന ട്രീസൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സ്ക്വറൽസും ഫോക്സും ക്യാറ്റും ബെയറൊക്കെ അവിടെ ആ ഒരു ഫോറസ്റ്റിൽ ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ടെമ്പറേറ്റ് ഡെസിഡസ് ആണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് ടെമ്പറേച്ചർ, അത്യാവശ്യത്തിന് ടെമ്പറേച്ചറുള്ളൊരു ഏരിയ ആയിരിക്കും. ഓക്കും ദെൻ ഫോക്സ്, ബിയർ എന്ന് പറയുന്ന ബിയറൊക്കെ ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കും അതിലുണ്ടാവുക എന്ന് പറയുന്നത്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ഫോൺസും സ്ട്രീംസൊക്കെ ഉണ്ടാവും. ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മഴയൊക്കെ അത്യാവശ്യം. ഫോറസ്റ്റ് എന്താണെന്ന് നമുക്കറിയാമല്ലോ, ഫോറസ്റ്റിൻ്റെ അതൊക്കെ വെച്ചിട്ട് എഴുതിയാൽ മതി. ദെൻ വൈൽഡ് ലൈഫ്, കാട് അല്ലെങ്കിൽ ഫോറസ്റ്റ് പറയുമ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയാണ്.
ദെൻ അതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണ്, അതിൽ കൺസ്യൂമേഴ്സ് ആരൊക്കെയാണ്, ഡീകമ്പോസേഴ്സ് ആണ്. ഒരു ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഫോറസ്റ്റിൽ പ്ലാന്റ്സ് ആയിരിക്കും പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്, അതിൽ ആനിമൽസ് ആയിരിക്കും കൺസ്യൂമേഴ്സ്. ഡീകമ്പോസേഴ്സ് എപ്പോഴും മീൻസ് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു ഗ്രാസ് ഇറ്റ് കണ്ടെയ്ൻസ് സ്മോൾ ട്രീസ് ആൻഡ് ഷ്രബ്സ്. അതിൽ ഗ്രാസ് മാത്രമല്ല ചെറിയ ട്രീസും കുറ്റിക്കാടുകളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്, ദെൻ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്, പോളാർ ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി പോകണം. പ്ലെയിൻ ലാൻഡാണ്, ഗ്രാസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലെയിൻ ലാൻഡാണ്. സോയിൽ എന്ന് പറയുന്നത് റിച്ച് ആണ്, ന്യൂട്രിയൻസും ഓർഗാനിക് മാറ്ററൊക്കെ ഉണ്ടാവും. പിന്നെ ടാൾ ഗ്രാസസ് ഉണ്ട്, ഗ്രേസിങ്ങിന്, അതായത് പുല്ല് മേയാൻ പറ്റിയൊരു ഏരിയ എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അബയോട്ടിക് കോമ്പണൻസ് ഏതൊക്കെയാണ്, ബയോട്ടിക് കോമ്പണൻസ് ഏതൊക്കെയാണ്, അതിൽ ബയോട്ടിക് കോമ്പണൻസിലെ പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണ്, കൺസ്യൂമേഴ്സ് ആരൊക്കെയാണ്, ഡീകമ്പോസേഴ്സ് ആരൊക്കെയാണൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡെസേർട്ട് എക്കോസിസ്റ്റം ഏതാണെന്നുള്ളതാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. ഡെസേർട്ട് മരുഭൂമി, അതിലെ ടൈപ്സും ട്രോപ്പിക്കൽ ഡെസേർട്ട്, ടെമ്പറേറ്റ് ഡെസേർട്ട്, കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ പറയുന്നത് മഴ കുറവായിരിക്കും, ക്യാരക്ടറൈസ്ഡ് ബൈ ലെസ് ദാൻ 25 സെൻറ്റിമീറ്റർ റെയിൻഫോൾ. മഴ വളരെ കുറവായിരിക്കും, അറ്റ്മോസ്ഫിയർ ഈസ് ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ കൺസെപ്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡിഗ്രി ഓഫ് നാച്ചുറൽ വെറൈറ്റി, അല്ലെങ്കിൽ ആ ഒരു വെറൈറ്റീസ് ഒരു എക്കോസിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വെറൈറ്റീസിനെയാണ് നമ്മൾ കൺസെപ്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ പറയുന്നത്. This include differences in genus among individuals of a species, both plants and animals. വരുന്ന ആ വെറൈറ്റീസിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ലെവൽസിൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി പറയുന്നത് ഇപ്പോൾ ഒരു പ്ലാന്റ് പോലെ ആവില്ല, ഇപ്പോൾ പ്ലാവ് പോലെ ആവില്ല മാവ്, അല്ലെങ്കിൽ വേറൊരു ആനിമൽ പൂച്ചേനെ പോലെ ആവില്ല ഡോഗ് എന്ന് പറയുന്നത്. ആ ഒരു ഡിഫറൻസിന് നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റിയിൽ പറയുന്നത്. ജീനിൻ്റെ സ്പെഷ്യാലിറ്റിയാണെന്നാണ് പറയുന്നത്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് നമ്പർ ഓഫ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആറ്റ് ആർ പ്രസൻറ്റ് ഇൻ എ റീജിയൻ. ഒരു ഏരിയയിലല്ല, അപ്പോൾ നമ്മളൊരു സ്മോൾ ഏരിയ, നമ്മൾ താമസിക്കുന്ന ഏരിയയിലല്ല, ഒരു ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ എടുക്കുകയാണ്. അതുപോലെ ആവില്ല വേറൊരു ഏരിയയിലുള്ള ആനിമൽസും പ്ലാന്റ്സും. അതിനെയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ നല്ല റിച്ച് ആയിട്ടുള്ള സ്പീഷീസുള്ള ആ ഒരു ഡൈവേഴ്സിറ്റി നമ്മൾ ഹോട്ട്സ്പോട്ട് ഏരിയാസ് എന്നൊക്കെ പറയും. ദെൻ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ദീസ് ആർ ലാർജ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് എക്കോസിസ്റ്റംസ് on earth, each having their own different species based on difference in the habitat. അപ്പം എക്കോസിസ്റ്റം പറയുന്നത് കുറച്ച് വലിയ ഡിഫറെൻറ്റ് എക്കോസിസ്റ്റത്തിനെയാണ്. അതിൽ ഡിഫറെൻ്റ് ഉള്ള സ്പീഷീസും ആനിമൽസ് എല്ലാം ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിപ്പോണം. നാച്ചുറലായിട്ടും ആർട്ടിഫിഷ്യലായിട്ടും മോഡിഫൈഡ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു നാച്ചുറൽ എക്കോസിസ്റ്റം അത് നമ്മൾ ഓവറായിട്ട് അതിനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും, അതേപോലെ തന്നെ ഡീഗ്രേഡഡ് ആവും, അതിൻ്റെ ഒന്നിനും പറ്റാത്തൊരു ഏരിയ ആയിട്ട് മാറുന്ന പറയാം. പിന്നെ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇൻസിറ്റു കൺസർവേഷനും ഉണ്ട്, എക്സിറ്റു കൺസർവേഷനും ഉണ്ട്. ഇൻസിറ്റു കൺസർവേഷൻ ഇൻവോൾവ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി വിത്തിൻ നാച്ചുറൽ ഹാബിറ്ററ്റ് വേർ ദ സ്പീഷീസ് നാച്ചുറലി ഒക്കെ. അപ്പോൾ ഒരു ആനിമലിനെയോ പ്ലാന്റിനെയോ അത് ഉണ്ടാവുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വംശനാശം സംഭവിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇവ നേരിടുന്ന ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ അത് ഏത് ഏരിയയിലാണോ, അതിൻ്റെ ക്ലൈമറ്റ് എങ്ങനെയാണോ, അത് ഉണ്ടാവുന്ന ഒരു ഏരിയ ഉണ്ടാവും, അവിടെ വെച്ചിട്ട് തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. എന്നാൽ അതിനെ ഒന്നും വരാതെ നോക്കിയിട്ട്, അല്ലെങ്കിൽ അതിനെ മറ്റ് എക്സ്റ്റേണൽ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സേവ് ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബയോസ്ഫിയർ കവർ മോഡേൺ, അതിനുള്ള എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു നാഷണൽ പാർക്ക് ആവാം, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആവാം, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. The species cannot be preserved individually as they all are depend on each other. അപ്പോൾ മെയിനായിട്ട് എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആനിമലിനോ അല്ലെങ്കിൽ ഒരു പ്ലാന്റിനോ ചിലപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് അല്ലെങ്കിൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അതൊക്കെ ഡിപ്പെൻഡബിളാണ്, വേറെ ഓരോ ആനിമൽസിനെയും ഡിപ്പെൻഡബിളാണ്. അപ്പം അതിൻ്റെ നിലനിന്ന് പോരുന്ന ആ ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ളതൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതാണ് പറയുന്നത്.
പിന്നെ എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ഔട്ട്സൈഡ് ഓഫ് ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്ററ്റ്. ഏതെങ്കിലും ഒരു ആനിമലിൻ്റെയോ പ്ലാന്റിൻ്റെയോ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്ന് അതിനെ എടുത്ത് മാറ്റിയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് ക്രോപ്പ് വെറൈറ്റീസാണ്. വെറൈറ്റീസ് ആയിട്ടുള്ള ക്രോപ്പിനൊക്കെയാണ്, അല്ലെങ്കിൽ നെല്ലോ അങ്ങനത്തെ ക്രോപ്സിനൊക്കെയാണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ദെൻ വൈൽഡ് ലൈഫിന് കാട്ടുജീവികൾ, ചില ജീവികളെയൊക്കെ നമ്മളങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ്സ് ജെനറ്റിക് റിസോഴ്സസ്, നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജെനറ്റിക് റിസോഴ്സസ്, അങ്ങനെ 2 റിസോഴ്സസ് ഉണ്ട് നമുക്ക് ഈ ഇതിൻ്റെ ഒരു എക്സിറ്റീവ് കൺസർവേഷനിൽ. മെനി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ക്യാൻ ബി പ്രിസർവ്ഡ് ഡ്യൂ ടു സ്പെഷ്യൽ കെയർ ആൻഡ് അറ്റൻഷൻ. അപ്പോൾ അങ്ങനെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആനിമൽസിനെയോ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ക്രോപ്സിനെയൊക്കെ ഇങ്ങനെ അവയെ അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അവർക്ക് ആവശ്യമായുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ട് അവരുടെ വംശത്തിന് ഇനി നാശമൊന്നും വരാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ 2 ഡിസഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എക്സിറ്റീവ് കൺസർവേഷൻ്റെ പ്രശ്നങ്ങൾ, ആ ഒരു ആനിമലിനെ അല്ലെങ്കിൽ പ്ലാന്റിനെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് കൊണ്ടുവന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അത് എക്സ്പെൻസീവ് ആയിരിക്കും. ദെൻ ഇപ്പോൾ ഒരു സിംഹത്തിനെയൊക്കെ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ വരുന്ന ആ പ്രശ്നം, അതിൻ്റെ ഫ്രീഡം നഷ്ടപ്പെടുന്ന ആ ഒരു പ്രശ്നം. ദെൻ പറയുന്നത് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നതാണ്. Increasing the concentration of toxic substance in each level of the food chain is called biological magnification. അപ്പോൾ എന്താണെന്നുള്ളൊരു ഡെഫിനിഷൻ പഠിച്ചു പോകണം. അപ്പോൾ ഒരു നമ്മൾ പറഞ്ഞു ഓരോ ഫുഡ് ചെയിനിൻ്റെ ഓരോ ടോപ്പിക് ലെവൽസ് ഉണ്ട്. ഇപ്പോൾ ഗ്രാസ് എന്ന് പറയുന്നത് ഒരു ടോപ്പിക് ലെവലാണ്, ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്നത് വേറൊരു ടോപ്പിക് ലെവലാണ്. ഇതിൽ ടോക്സിക് സബ്സ്റ്റൻസസ്, വിഷാംശമുള്ള സബ്സ്റ്റൻസസ് ആ ഒരു ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ അളവ് കൂടി വരുന്നതിനെയാണ് നമ്മൾ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ പറയുന്നത്. ഇൻ ദിസ് വെൻ പ്രൊഡ്യൂസേഴ്സ് ടേക്ക് ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് അലോങ് വിത്ത് ദാറ്റ് ദേ ഓൾസോ ടേക്ക് സം ടോക്സിക്. അപ്പോൾ നമുക്കറിയാം പ്ലാന്റ്സ് മണ്ണിൽ നിന്ന് അവർക്ക് ആവശ്യമായത് വലിച്ചെടുക്കാൻ ചെയ്യുന്നത്, അതിലൂടെ അവർക്ക് ആവശ്യമുള്ളതും, അതായത് അവർക്ക് ആവശ്യമുള്ള ഇൻഓർഗാനിക് എലമെൻസിനെ വലിച്ചെടുക്കും. അതിൻ്റെ കൂടെ തന്നെ ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ടാവുന്ന പറയുന്നത്. ആ ഒരു ടോക്സിക് സബ്സ്റ്റൻസസ് ആണ് ഇതിന് കാരണമാവുന്നത്. വെൻ കൺസ്യൂമേഴ്സ് ഈറ്റ് പ്ലാന്റ്സ്, അപ്പോൾ ഈ പ്ലാന്റ്സിൽ പിന്നെ ഈ ടോക്സിക് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. കാരണം അവരുടെ വളർച്ചയ്ക്ക് ഇത് ആവശ്യമില്ല, അപ്പോൾ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ആനിമൽ ആ ഒരു പ്ലാന്റിനെ ഫുഡാക്കുമ്പോൾ ആ ആനിമലിക്ക് ഈ ടോക്സിക് ആയിട്ടുള്ള വിഷാംശമുള്ള എലമെൻറ്റ്സ് ചെല്ലും. ആ ഒരു ആനിമലിനെ ഹ്യൂമൻ ബീങ്സ് കഴിക്കുമ്പോൾ അവരിലേക്ക് എത്തും. അതിനെയാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ബോഡിയിൽ അത് ഫാറ്റിൻ്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് ഇൻക്രീസ് ദ ബോഡി ഓഫ് ദ കൺസ്യൂമർ. വെൻ ദീസ് കൺസ്യൂമർ ആർ ഈറ്റൺ അപ്പ് ദിസ് വിൽ മൂവ് ടു നെക്സ്റ്റ് ടോപ്പിക് ലെവൽ ആൻഡ് ഗെറ്റ് സ്റ്റോർഡ് ഇൻ ലാർജർ എമൗണ്ട്സ്. അപ്പോൾ ഇത് ഓരോ ലെവലിലെത്തുമ്പോഴും കൂടിക്കൂടി വരികയാണ് ചെയ്യുക, ഇതിൻ്റെ അളവ് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ ഗ്രാസിലുള്ളതായിരിക്കില്ല, അതിനേക്കാൾ കൂടുതലായിരിക്കും ഗ്രാസ് ഹോപ്പറിലെത്തുക. അപ്പം അതാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇനോർഗാനിക് മാറ്ററിനെ അല്ലെങ്കിൽ ഇനോർഗാനിക് ന്യൂട്രിയൻസിനെ വലിച്ചെടുത്തിട്ട് അത് ഓർഗാനിക് മാറ്ററായിട്ടാണ് കൺവേർട്ട് ചെയ്യുക. പക്ഷേ ഈ ഇനോർഗാനിക് മെറ്റീരിയൽസിൽ ടോക്സിക് എലമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ അത് അവർ വലിച്ചെടുക്കും. അത് അങ്ങനെ സ്റ്റോർ ചെയ്ത് ഫാറ്റ് ഫോമിൽ ഓരോ ടോപ്പിക് ലെവലിലും അല്ലെങ്കിൽ ഓരോ എലമെൻറ്റ്സിലും എത്തുന്നതിനാണ് നമ്മൾ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇനി ഒരു ക്ലാസ്സും കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊന്ന് നിങ്ങളുടെ അസൈൻമെൻറ്റ് ചെയ്ത ആ ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ക്ലാസ്സും കൂടെ ഇതിൽ കിട്ടും. അപ്പോൾ നന്നായിട്ട് നോക്കണം ഈ ഒരു മൊഡ്യൂൾ.